ഹായ് ഫ്രണ്ട്സ്, രാധാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി പീച്ചങ്ങ മുളകിട്ടതാണ്. നമ്മുടെ ട്രഡീഷണൽ കറി തന്നെയാണിത്. പഴയ രുചികൾ തിരിച്ചു കൊണ്ടുവരുന്ന രാധാസ് കിച്ചൺ. പീച്ചങ്ങ തൊലി കളഞ്ഞ് കഴുകി മുറിക്കുക. അതിനുശേഷം ഒരു പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എടുത്ത് അതിലേക്ക് ഈ മുറിച്ചു വെച്ച പീച്ചങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് 5 മിനിറ്റ് നേരം വേകാൻ വയ്ക്കുക. അതിനുശേഷം ഒരു ജാറെടുത്ത് ഒരു 6 ചെറിയുള്ളി, 3 ചുവന്ന മുളക് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വെന്ത പീച്ചങ്ങയിലേക്ക് 2 പച്ചമുളകും 1 തക്കാളി 4 പീസാക്കിയതും കൂടി ചേർക്കുക. ഒപ്പം തന്നെ ഈ അരച്ചു വെച്ച ക്രഷ് ചെയ്ത ആ ഉള്ളിയുടെയും ചുവന്ന മുളകിൻ്റെയും അരപ്പും കൂടി ചേർക്കുക. 5 മിനിറ്റ് കൂടി വേവിച്ച ശേഷം വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലാവുന്ന കറിയിലേക്ക് പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് മറ്റൊന്നുമല്ല, കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ രുചിയേറിയ പീച്ചങ്ങ മുളകിട്ട ഈ ഒരു ട്രഡീഷണൽ കറി എല്ലാവരും ചെയ്തു നോക്കുക. ഭയങ്കര സ്വാദാണ് ഈ ഒരു കറിക്ക്.